മസിൽ പിടിച്ചിരിക്കുന്നു. നീ ഒന്ന് കൈയടിപ്പിക്കണം കാണണ്ടേ. നമ്മൾ മലയാളികൾക്കുള്ള കുഴപ്പമാണ്, നല്ല കാര്യങ്ങളെ നമ്മൾ സമ്മതിക്കില്ല. എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല എന്ന് പറയും. അപ്പം നല്ലതാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. അതാണ് മലയാളി. അവിടെ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ നിഘണ്ടുവിൽ നിന്നും നിങ്ങൾ എടുത്തു മാറ്റേണ്ട ഒരു വാക്കാണ് കുഴപ്പമില്ല. കേട്ടോ, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, അത് ബോധ്യമാണെന്ന് ചെയ്താൽ മതി. ക്ലാസ് കഴിയുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നല്ലതാണോ ചീത്തയാണോ എന്നാ പറയുന്നത്, അല്ലാതെ കുഴപ്പമില്ല എന്നല്ല പറയുന്നത്. നല്ലതായിരുന്നു, അത്ര മോശമല്ലായിരുന്നു, ഫണ്ടാസ്റ്റിക് ആയിരുന്നു, ഉപകാരപ്രദമായിരുന്നു, കൊള്ളാമായിരുന്നു, എല്ലാം നല്ല വാക്കുകളുണ്ട്. ഇതിനെ കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോ മദ്യത്തെ കുറിച്ച് മയക്കുമരുന്നിനെ കുറിച്ച് നിങ്ങൾ ക്ലാസ് കേൾക്കാമെന്നില്ല, ഞങ്ങളതൊന്നും ഉപയോഗിക്കില്ലല്ലോ. നിങ്ങളുടെ അധ്യാപകർ തന്നെ പണ്ട് കാലത്ത് ഞാനിവിടെ ക്ലാസ് വേണമെന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്നിട്ടുള്ള പ്രിൻസിപ്പൽമാർ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്ലാസിന്റെ ആവശ്യമില്ല. മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഞാൻ വന്നിട്ട് 20 വർഷം കഴിഞ്ഞു. ആ പ്രിൻസിപ്പൾ ബോർഡിൽ പോയി. ഇവിടെ മാത്രമല്ല, മിക്ക സ്കൂളുകളിലും ഇത് തന്നെ പറഞ്ഞു. മിക്ക സ്കൂളുകളിലും മൂവാറ്റുപുഴയുള്ള ഒരു സ്കൂളിൽ പറഞ്ഞ കഞ്ചാവിനെ കുറിച്ച് ക്ലാസ്സേ എടുക്കേണ്ടത്. പക്ഷെ പിറ്റേ ദിവസം കുട്ടി കഞ്ചാവ് അടിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ തകരാറാണ് നമ്മളിങ്ങനെയാണ്. ഞാൻ നിങ്ങളെ ബെറ്റ് വയ്ക്കാം, നിങ്ങളെ പോലെ പ്ലസ് ടുവിന് പഠിക്കുന്ന വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കുട്ടിയോട് ദൈനംദിന ജീവിതത്തെ കുറിച്ചും കുടുംബ വ്യവസ്ഥയെ കുറിച്ചും ഉള്ളിയുടെ വിലയും പച്ചമുളകിന്റെ വിലയും ഇറച്ചിയുടെ വിലയും ചോദിക്കും, അവർ കറക്റ്റായിട്ട് പറയും. നിങ്ങൾക്ക് ഒരിടത്തിന് പോലും അത് അറിയില്ല. കാര്യം അതിനെ എല്ലാവരോടും ചോദിക്കണം. വേണോ? ഒരാൾ പറഞ്ഞാൽ പോലെ ഇപ്പൊ കേൾക്കാവോ? ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? ഇനിയും കേട്ടുകൂടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സംഗതി പോയിട്ടുണ്ടോ? എല്ലാ സംഗതികളോടെയാണ് ഇവിടെ ഇരിക്കണേ. സംഗതി ഇല്ലാത്തവരൊക്കെ സംഗതി മേടിച്ചു വയ്ക്കും. അപ്പോ ശാന്തമായി ഇരുന്നാൽ ശാന്തമായ ചില കാര്യങ്ങൾ പറയാം. ആർക്കെങ്കിലും എഴുന്നേറ്റ് പോകണമെങ്കിൽ യു ആർ ഫ്രീ ടു ഗോ. ഒരു തടസ്സവും. ഇടയ്ക്ക് ആർക്കെങ്കിലും എഴുന്നേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചിട്ട് പോവുക, അതാണ് ശരി. എന്നെ ആർക്കെങ്കിലും തല്ലണമെന്നുണ്ടെങ്കിൽ ആകെ സ്കൂളിന് വെളിയിൽ വരും, ഞാൻ വരും. ഇനി എന്നെ ആർക്കെങ്കിലും കൂവണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ്. ഇനിയും കൂവിയാൽ അതെന്നെ വികസിക്കില്ല അല്ലെ? ഞാൻ അവസരം തന്നു, നിങ്ങൾ കൂവിക്കോ. ഇനി പോണം. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പോവാം. ഇനി ആർക്കെങ്കിലും എന്നെ ചീത്ത വിളിക്കണമെങ്കിലും ആകാം. ഓടെ പുല്ലേന്നോ ആർക്കും വേണ്ട. അപ്പൊ തല്ല് മാത്രം ഇവിടെ വേണ്ട, അത് സ്കൂളിന് വേണ്ടിയില്ല. ഈ ഗുണ്ടാപ്പണിയൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അല്ലാതൊന്നും ജീവിക്കാൻ പറ്റില്ല കേരളത്തിൽ. അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ചെവികൾക്ക് ഇമ്പമുള്ളതും നിങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്.
നിങ്ങളുടെ ഈ പ്രായത്തില് ഞാൻ എന്തൊക്കെ കുസൃതികളും വികൃതികളും കാണിച്ചിട്ടുണ്ടോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ വിദ്യാഭ്യാസം അതിന് കുറെ തകരാറുകളുണ്ട്. നമ്മൾ 12ാം ക്ലാസ്സിലായെങ്കിലും പ്രായോഗിക ജ്ഞാനം നമുക്ക് പലർക്കില്ല. അതേസമയം നിങ്ങൾ ബീഹാറിലും ജാർഖണ്ഡിലൊക്കെ പോയിട്ട് അവിടുത്തെ ഇതേ 12ാം ക്ലാസ് പഠിച്ച കുട്ടികളെ നിങ്ങളുടെ പ്രായോഗിക അറിവും അവരുടെ പ്രായോഗിക അറിവും തമ്മിൽ താരതമ്യം നടത്തിയാൽ നമ്മളൊന്നുമല്ല. വടക്കേ ഇന്ത്യയിലൊക്കെ 12ാം ക്ലാസ് വരെ പഠിച്ചവർ ഒരുവിധം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും. നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവർ പോലും ഇംഗ്ലീഷ് അറിയില്ല. അതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ തകരാറ്. അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പഠിക്കുന്നത് അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ്, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ മാതാപിതാക്കള് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ പഠിപ്പിക്കാനുള്ള പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. വടക്കേ ഇന്ത്യയിൽ അങ്ങനെ മാതാപിതാക്കൾ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. മക്കളും പഠിക്കും, ആവശ്യമുള്ളവര്. ആവശ്യമില്ലാത്തവര് വയലില് അച്ഛന്റെ കൂടെ ജോലിക്ക് പോകും, കാശുണ്ടാക്കും, ജീവിക്കും. അവന് വല്ല ഉള്ളി കച്ചവടോ മാങ്ങ കച്ചവടോ തേങ്ങ കച്ചവടമൊക്കെ നടത്തും, അവന് പൈസ ഉണ്ടാക്കും. നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്ന പൈസ കൊണ്ട് പഠിക്കും. അങ്ങ് എഞ്ചിനീയറിംഗ് വരെ പഠിക്കും, അവസാനം ബിടെക്കുമായി തേരാപ്പാര നടക്കുകയാണ്. ഇന്ന് കേരളത്തില് ബിടെക് പാസ്സായിട്ട് തേരാപ്പാര നടക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. അവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് വയോവൃദ്ധരായ റിട്ടയർ ചെയ്ത മാതാപിതാക്കളാണ്. അത് മാറ്റണം. നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത് നിങ്ങളുടെ കാശ് കൊണ്ടാണ്, അല്ലാതെ മാതാപിതാക്കളുടെ പൈസ കൊണ്ട്. സ്വന്തമായി പണിയെടുത്ത് കാശുണ്ടാക്കി പഠിക്കണം. എങ്ങനെ പണിയെടുക്കണം? 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 6 മണി വരെ 8 മണി വരെ ഏതെങ്കിലും കടകളിൽ ജോലിക്ക് നിൽക്കണം. അപ്പൊ ഉത്തരവാദിത്ത ബോധം വരും, അപ്പൊ കയ്യിൽ പണം വരും. ആ പണം കൊണ്ട് പഠിക്കണം. ശ്രീലങ്കയില് O ലെവൽ കഴിഞ്ഞ സാധാരണ വീട്ടിൽ കുട്ടികള് പഠിക്കാൻ പോകില്ല. നിങ്ങൾ ശ്രീലങ്കയിൽ പോയി നോക്കൂ. ഞാൻ 2 കൊല്ലം അവിടെ ഉണ്ടായിരുന്നതാണ്. സാധാരണ വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നില്ല മാതാപിതാക്കൾ. അവര് ജോലി തേടി പോവുകയാണ്. ഏതെങ്കിലും കമ്പനിയിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടോ ഏതെങ്കിലും കടകളില് ബില്ല് സെക്ഷനിലൊക്കെ അവർ നിൽക്കും. ഒരു 5-6 മാസം നിന്ന് കഴിയുമ്പോൾ അവര് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യും. യൂണിവേഴ്സിറ്റികളിൽ അത്തരം കുട്ടികൾക്ക് പഠിക്കാൻ ഉതകുന്ന ഈവനിങ് ക്ലാസുകൾ ധാരാളമുണ്ട് ആ രാജ്യത്ത്. അതിന്റെ പ്രതിഫലനാണ് ആ രാജ്യത്തെ മാതാപിതാക്കൾക്ക് അമിതമായ ഭാരമില്ല, കുട്ടികളെ ചുമക്കേണ്ടതില്ല. അവിടെ അവർ ജീവിതത്തെ ആസ്വദിക്കുകയാണ്. മലയാളിയായ ഒരു അച്ഛനും അമ്മയും ജീവിതം ആസ്വദിക്കുന്നില്ല, മറിച്ച് ജീവിത ഭാരങ്ങളെ തോളിലേറ്റി ക്ഷയിക്കുക. ഓരോ ദിവസവും വേദന കൊണ്ടും സങ്കടം കൊണ്ടും മക്കളെ ഓർത്തുള്ള ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നവരാ കേരളത്തിലെ പല മാതാപിതാക്കളും. ഇന്ന് നിങ്ങളെ ഇവിടെ അയച്ച മാതാപിതാക്കളും പലരും ദുഃഖിതരായിരിക്കും. കാരണം നിങ്ങളിൽ ചിലരെങ്കിലും മാതാപിതാക്കൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്. 16 വയസ്സ് വരെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ജീവിച്ച് 17ാമത്തെ വയസ്സിൽ കണ്ടുമുട്ടിയ ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങി ഓടിപ്പോവുക. 16 വയസ്സ് വരെ അച്ഛനും അമ്മയും നിങ്ങളെ തീറ്റിപ്പോറ്റി 17ാമത്തെ വയസ്സിൽ കണ്ടുമുട്ടിയ ഇന്നലെ കണ്ട ചെറുപ്പക്കാരന്റെ കൂടെ ഓടിപ്പോയപ്പോൾ 16 വയസ്സ് വരെ നിങ്ങൾക്ക് സ്നേഹം തന്ന അച്ഛനെ അമ്മയുടെ ആ സ്നേഹത്തിന്റെ വില നിങ്ങൾ അറിഞ്ഞില്ല. കേരളത്തിലെ പല മാതാപിതാക്കൾക്കും സംഭവിക്കുന്നതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. എനിക്കുമുണ്ട് നിങ്ങളെ പോലെ ഒരു മകൻ, 12ാം ക്ലാസ് പൂർത്തിയാക്കിയ മകൻ. ആ മകനോട് ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ പറഞ്ഞത്, യു ക്യാൻ ചൂസ് യുവർ ലൈഫ്, നോട്ട് മീ. ഏത് കോഴ്സിന് പോകണം? ആദ്യം പറഞ്ഞു എഞ്ചിനീയറിംഗിന് താല്പര്യമില്ലെന്ന്. എൻട്രൻസിന് വിട്ടു, മാർക്ക് കുറഞ്ഞു പോയി. അത് കഴിഞ്ഞ് പറഞ്ഞു BSc പഠിച്ചാൽ മതി. ഓക്കെ, പൊക്കോളാൻ പറഞ്ഞു. BScക്ക് ലേഖള കോളേജിൽ അപ്ലൈ ചെയ്ത് കിട്ടാമെന്ന് ഇപ്പോൾ പറയണോ എഞ്ചിനീയറിംഗ് മതി. ഓക്കെ, എഞ്ചിനീയറിംഗിന് പൊക്കോ. പക്ഷേ ആദ്യത്തെ വർഷത്തെ ഫീസായിരിക്കും പപ്പ കൊടുക്കുക. 2ാം വർഷം പോലെ ഫീസ് കണ്ടുപിടിച്ചോളണം.
കണ്ടവർ പണിയെടുക്കണത്തിന്ന് തോന്നിയാസം ജീവിക്കരുതാ, അന്തസ് വേണം. ഈ MLA-യുടെ പണിയൊക്കെ നിർത്തി. MLA-യുടെ പണി എന്ന് പറഞ്ഞ് മനസ്സിലായോ? MLA-യുടെ പണി എന്ന് പറഞ്ഞ് മനസ്സിലായോ? മൗത്ത് ലുക്കിംഗ് ഏജന്റ് ആ പണിയൊക്കെ നിർത്തി. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോ. ലൈനിടുന്നതും പ്രണയിക്കുന്നതും ഒക്കെ സ്വാഭാവിക പ്രക്രിയ. പക്ഷെ അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളെ മറക്കരുത്. ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന വനിതയാണ് സോണിയാഗാന്ധി. സോണിയാഗാന്ധിയും അവരുടെ ഭർത്താവായിരുന്ന രാജീവ് ഗാന്ധിയും തമ്മിൽ പ്രണയിച്ചാണ് വിവാഹം ചെയ്തത്. ഇംഗ്ലണ്ടില് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോ രാജീവ് ഗാന്ധി തന്റെ പ്രണയിനിയായ സോണിയാഗാന്ധിയെ ഇറ്റലിയിൽ പോയി കാണാൻ വേണ്ടി ഇംഗ്ലണ്ടിലെ കൽപ്പണിക്ക് പോയി എന്നുള്ളതാണ് ചരിത്രം. എന്തിനാ? പണമുണ്ടാക്കാൻ, എയർ ടിക്കറ്റ് വാങ്ങാൻ പണമുണ്ടാക്കാൻ. കെട്ടിടപ്പണിക്ക് പോയി രാജീവ് ഗാന്ധി.